Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Even son criticized my style. ഈവൻ എന്നാൽ പോലും, സൺ എന്നാൽ മകൻ, ക്രിട്ടിസൈസ് എന്നാൽ വിമർശിക്കുക, സ്റ്റൈൽ എന്നാൽ രീതി, ആശയപ്രകടന രീതി. എൻ്റെ ആശയപ്രകടന രീതിയെ, എൻ്റെ ശൈലിയെ മകൻ പോലും കുറ്റപ്പെടുത്തി. CPM സ്റ്റേറ്റ് സെക്രട്ടറി MV ഗോവിന്ദൻ അഡ്മിറ്റ്സ് ഫ്ലോസ്. അഡ്മിറ്റ് എന്നാൽ ഇവിടെ സമ്മതിക്കുക എന്നുള്ള അർത്ഥമാണ്. ഫ്ലോസ് എന്നാൽ കുറവുകൾ എന്നുള്ള അർത്ഥമാണ്, ന്യൂനതകൾ. CPM സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ കുറവുകൾ, അദ്ദേഹത്തിൻ്റെ പിഴവുകൾ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ പോലും എൻ്റെ രീതിയെ വിമർശിച്ചു. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. തിരുവനന്തപുരം. CPM സ്റ്റേറ്റ് സെക്രട്ടറി MV ഗോവിന്ദൻ ഓപ്പൺലി അഡ്മിറ്റഡ്. ഓപ്പൺലി എന്നാൽ പരസ്യമായിക്കൊണ്ട് അദ്ദേഹം അഡ്മിറ്റഡ്, സമ്മതിച്ചു ദാറ്റ് ഹിസ് ആറ്റിറ്റ്യൂഡ് എന്നാൽ പെരുമാറ്റ രീതി എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി വൈൽ അറ്റൻഡിങ് പ്രസ് കോൺഫറൻസസ് വാസ് ഫ്ലോഡ്. പ്രസ് കോൺഫറൻസുകൾ നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി മോശപ്പെട്ടതായിരുന്നു, അതിൽ പിഴവ് വന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം പരസ്യമായിക്കൊണ്ടത് സമ്മതിച്ചു. ഗോവിന്ദൻ അഡ്മിറ്റഡ് ദാറ്റ്. ഗോവിന്ദൻ സമ്മതിച്ചു, ഗോവിന്ദൻ സമ്മതിച്ചു ദാറ്റ് ഹിസ് ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വാസ് പ്രോബ്ലമാറ്റിക് എന്നാൽ പ്രശ്നകരമായ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വളരെ മോശമായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചു, അദ്ദേഹം പറഞ്ഞു. ദ സെൽഫ് അസസ്മെൻറ്റ് എന്നാൽ അർത്ഥം വിലയിരുത്തുക എന്നുള്ള അർത്ഥം. സെൽഫ് അസസ്മെൻ്റ് എന്നാൽ സ്വന്തം പ്രവർത്തനങ്ങളെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള വിലയിരുത്തൽ. ഈ സ്വയം വിലയിരുത്തൽ കെയിം ഡ്യൂറിങ് ദ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കമ്മിറ്റി മീറ്റിംഗ്. ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ്, അതിനിടയിലാണ് അദ്ദേഹം ആ സ്വയം വിലയിരുത്തൽ നടത്തിയത്. MV ഗോവിന്ദൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സം പീപ്പിൾ, ചില ആളുകൾ, അഡ്വൈസ്ഡ് മീ. അഡ്വൈസ് എന്നാൽ ഉപദേശിക്കുക എന്നുള്ള അർത്ഥമാണ്. അഡ്വൈസ്ഡ് മീ എന്നോട് ഉപദേശിച്ചു ടു ഹോൾഡ് എ പ്രസ് കോൺഫറൻസ്, ഒരു പത്രസമ്മേളനം നടത്താൻ ബൈ ഗ്രേസിങ് എ സ്മൈൽ. ബൈ ഗ്രേസിങ് എ സ്മൈൽ എന്നാൽ പുഞ്ചിരിയോടെ എന്നുള്ള അർത്ഥമാണ്, ഒരു പുഞ്ചിരിയോടെ. ചില ആളുകൾ എന്നോട് ഉപദേശിച്ചു, എന്നോട് പറഞ്ഞു, പുഞ്ചിരിയോടെ ആണ് അവർ പറഞ്ഞത്. ഒരു പത്രസമ്മേളനം നടത്തണമെന്ന് ചിലർ എന്നോട് ഉപദേശിച്ചു. അതേഴ്സ് സജസ്റ്റഡ് ദാറ്റ്. മറ്റുള്ളവർ ചിലർ നിർദ്ദേശിച്ചു ദാറ്റ് ഐ കീപ്പ് എ സീരിയസ് ഫേസ്. സജസ്റ്റ് എന്നാൽ നിർദ്ദേശിക്കുക. മറ്റു ചിലർ നിർദ്ദേശിച്ചു ഞാൻ ഒരു ഗൗരവമുള്ള മുഖഭാവം നിലനിർത്തണമെന്ന് ചിലർ നിർദ്ദേശിച്ചു. ദിസ് ലെഡ് ടു ലിറ്റിൽ കൺഫ്യൂഷൻ എന്നാൽ ആശയക്കുഴപ്പം. ലീഡ് എന്നാൽ നയിക്കുക, അതിൻ്റെ പോസ്റ്റാണ് ലെഡ്. ലിറ്റിൽ എന്നാൽ ചെറിയ. ഇത് ചെറിയൊരു ആശയക്കുഴപ്പത്തിന് കാരണമായി. മറ്റു ചിലർ പറഞ്ഞു ഒരു ഗൗരവമുള്ള മുഖഭാവം നിലനിർത്തണമെന്ന്. അത് ഒരു ആശയക്കുഴപ്പത്തിന് കാരണമായി, ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചു. ദർ വാസ് ഈവൻ ക്രിറ്റിസിസം ഫ്രം ഹോം. ക്രിറ്റിസിസം എന്നാൽ വിമർശനം എന്നുള്ള അർത്ഥമാണ്. ഫ്രം ഹോം എന്നാൽ വീട്ടിൽ നിന്ന് പോലും വിമർശനം ഉണ്ടായിരുന്നു. മൈ സൺ, എൻ്റെ മകൻ, വൺസ് എന്നാൽ ഒരിക്കൽ എൻ്റെ മകൻ എന്നോട് ആസ്ക്ഡ് മീ എന്നോട് ആവശ്യപ്പെട്ടു ടു റീവാച്ച് എന്നാൽ അർത്ഥം വീണ്ടും കാണുക എന്നുള്ള അർത്ഥമാണ്. മൈ പ്രസ് കോൺഫറൻസ്, എൻ്റെ വാർത്താ സമ്മേളനം. ടു ബ്രിങ് ചേഞ്ച് ടു മൈ ബോഡി ലാംഗ്വേജ് എന്നാൽ എൻ്റെ ശരീരഭാഷ മെച്ചപ്പെടുത്താൻ വേണ്ടി, എൻ്റെ ശരീരഭാഷയിൽ മാറ്റം വരുത്താൻ വേണ്ടി എൻ്റെ വാർത്താ സമ്മേളനം വീണ്ടും കാണണമെന്ന് എൻ്റെ മകൻ ഒരിക്കൽ എന്നോട് ആവശ്യപ്പെട്ടു.
റിയലൈസിങ് ഇറ്റ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഐ അവോയ്ഡഡ്, ഞാൻ ഉപേക്ഷിച്ചു ആസ്കിങ് ക്വസ്റ്റ്യൻസ് ബാക്ക് ടു ദ ജേർണലിസ്റ്റ്, പത്രക്കാരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഒഴിവാക്കി. ഐ അവോയ്ഡഡ് എന്നാൽ ഞാൻ ഉപേക്ഷിച്ചു, ആസ്കിങ് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ബാക്ക് ടു ദ ജേർണലിസ്റ്റ് പത്രക്കാരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പത്രക്കാരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കി. മൈ വൈഫ് പി കെ ശ്യാമള ടോൾഡ് മീ, എൻ്റെ ഭാര്യയായിട്ടുള്ള പി കെ ശ്യാമള എന്നോട് പറഞ്ഞു ദാറ്റ് ഷീ വാസ് ഡെലിബറേറ്റ്ലി മെയ്ഡ് എ കാൻഡിഡേറ്റ്. ഡെലിബറേറ്റ്ലി എന്നാൽ അർത്ഥം മനഃപൂർവ്വം എന്നുള്ള അർത്ഥമാണ്, കരുതിക്കൂട്ടി. കാൻഡിഡേറ്റ് എന്നാൽ സ്ഥാനാർത്ഥി. സ്വയം കരുതിക്കൂട്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണ് എന്ന് ശ്യാമള, എൻ്റെ ഭാര്യയായിട്ടുള്ള പി കെ ശ്യാമള എന്നോട് പറഞ്ഞു. ഡിസ്പൈറ്റ് എവരി വൺ നോയിങ് ദാറ്റ് ഷീ വുഡ് നോട്ട് വിൻ. ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും, എവരി വൺ എന്നാൽ എല്ലാവരും, എവരി വൺ നോയിങ് ദാറ്റ് എല്ലാവർക്കും അറിഞ്ഞിട്ടും, ദാറ്റ് ഷീ വുഡ് നോട്ട് വിൻ അവൾ വിജയിച്ചേക്കില്ല എന്ന്, വിൻ എന്നാൽ വിജയിക്കുക, വിജയിക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ട് പോലും അവൾ സ്വയം തന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണ് എന്ന് പി കെ ശ്യാമള എന്നോട് പറഞ്ഞു. ഗോവിന്ദൻ ഓൾസോ സെഡ് ദാറ്റ്, ഗോവിന്ദൻ അതുകൂടെ പറഞ്ഞു. ദോസ് ക്രിട്ടിസൈസിങ് പി കെ ശ്യാമളാസ് ക്യാൻഡിഡസി. ക്യാൻഡിഡസി എന്നാൽ സ്ഥാനാർത്ഥിത്വം എന്നുള്ള അർത്ഥമാണ്. ക്രിട്ടിസൈസിങ് എന്നാൽ വിമർശിക്കൽ. ദോസ് ക്രിട്ടിസൈസിങ് പി കെ ശ്യാമളാസ് ക്യാൻഡിഡസി. പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നവർ അവർ ആകുന്നു. ആർ അഡ്വക്കേറ്റ്സ്. അഡ്വക്കേറ്റ്സ് എന്നാൽ വക്താക്കൾ എന്നുള്ള അർത്ഥമാണ്. ഓഫ് മെയിൽ അതോറിറ്റേറിയനിസം. അതോറിറ്റേറിയനിസം എന്നാൽ അർത്ഥം ആധികാരികത എന്നുള്ള അർത്ഥമാണ്. മെയിൽ എന്നാൽ പുരുഷൻ. പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നവർ പുരുഷാധിപത്യവാദത്തിൻ്റെ വക്താക്കളാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെ വിമർശിക്കുന്ന ആളുകൾ പുരുഷാധിപത്യ മനോഭാവമുള്ളവരാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു. ഫ്രം ദ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കമ്മിറ്റി മീറ്റിംഗ്. അവിടെ നിന്നുമുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇൻ യു പി, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ലിസൺസ്. യോഗി ആദിത്യനാഥ് കേൾക്കുന്നു ടു ദ കംപ്ലയിൻസ് ഓഫ് ദ കോമൺ പീപ്പിൾ. സാധാരണ ജനങ്ങളുടെ പരാതികൾ യു പിയിൽ യോഗി ആദിത്യനാഥ് കേൾക്കുന്നു. ബൈ കണ്ടക്റ്റിംഗ് എൻ ഓപ്പൺ ഇവൻറ്റ്. ഓപ്പൺ ഇവൻ്റ് എന്നാൽ പൊതുജനങ്ങൾക്കുള്ള തുറന്ന പരിപാടി എന്നുള്ള അർത്ഥം, എല്ലാവർക്കും പങ്കെടുക്കാവുന്ന പരിപാടി. അത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തിക്കൊണ്ട് യു പിയിൽ യോഗി ആദിത്യനാഥ് സാധാരണ ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നു. ഇൻ കേരള, കേരളത്തിൽ ദ കോമൺ മാൻ കുഡ് നോട്ട് ഇമാജിൻ. ഒരു സാധാരണക്കാരനെ സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. കമ്മിങ് ക്ലോസ് ടു ദ ചീഫ് മിനിസ്റ്റർ. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരുന്നത് ഒരു സാധാരണക്കാരന് കേരളത്തിൽ അത് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. മിനിസ്റ്റേഴ്സ് എം ബി രാജേഷ് ആൻഡ് വീണ ജോർജ് വേർ കംപ്ലീറ്റ് ഫെയിലിയേഴ്സ്. എം ബി രാജേഷും വീണ ജോർജും പൂർണ്ണ പരാജയങ്ങളായിരുന്നു. മന്ത്രിമാരായിട്ടുള്ള എം ബി രാജേഷും വീണ ജോർജും പരാജയമായിരുന്നു. ദ ലൈഫ് പ്രോജക്റ്റ് വാൾസ് ഓൾസോ ഫെൽ അപ്പാർട്ട്. ഫെൽ അപ്പാർട്ട് എന്നാൽ തകർന്നു പോയി എന്നുള്ള അർത്ഥമാണ്, വിജയിച്ചില്ല. ലൈഫ് പ്രോജക്റ്റ് ഈ പദ്ധതിയും തകർന്നു പോയി. വീണ ജോർജ് ലാക്ഡ് ഓർഗനൈസേഷണൽ അവെയർനെസ്. ലാക്ഡ് ഓർഗനൈസേഷണൽ അവെയർനെസ് എന്നാൽ, ലാക്ഡ് എന്നാൽ ഇവിടെ കുറവായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഓർഗനൈസേഷൻ എന്നാൽ സംഘടനാപരമായിട്ടുള്ള അവബോധം. വീണ ജോർജിന് സംഘടനാപരമായിട്ടുള്ള അവബോധം കുറവായിരുന്നു. ആൻഡ് മേക്കിംഗ് ഹെർ എ മിനിസ്റ്റർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് വാസ് എ മിസ്റ്റേക്ക്. വാസ് എ മിസ്റ്റേക്ക് എന്നൊരു തെറ്റായിരുന്നു. മേക്കിംഗ് ഹെർ എ മിനിസ്റ്റർ എന്നാൽ അവളെ ഒരു മന്ത്രിയാക്കൽ. ആദ്യം തന്നെ വീണ ജോർജിനെ അവളെ മന്ത്രിയാക്കിയതും ഒരു തെറ്റായിരുന്നു. ഹെർ റെസ്പോൺസസ് അവളുടെ പ്രതികരണങ്ങൾ ടു മേജർ ഇഷ്യൂസ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോടുള്ള അവളുടെ പ്രതികരണങ്ങൾ വേർ സംടൈംസ് എ സെറ്റ് ബാക്ക്. സെറ്റ് ബാക്ക് എന്നാൽ തിരിച്ചടി എന്നുള്ള അർത്ഥമാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളോടുള്ള അവരുടെ പ്രതികരണങ്ങൾ ചിലപ്പോൾ തിരിച്ചടിയായി. ഷീ ഓഫൺ റെസ്പോണ്ടഡ് അവൾ പലപ്പോഴും പ്രതികരിച്ചിരുന്നു. ഇൻ എ വേ ഇത്തരത്തിൽ
ഈ ഒരു രൂപത്തിൽ ദാറ്റ് ചാലഞ്ച്ഡ് ദ പീപ്പിൾ. ഇൻ എ വേ ദാറ്റ് ചാലഞ്ച്ഡ് ദ പീപ്പിൾ എന്നാൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ എന്നുള്ള അർത്ഥമാണ്. അവർ പലപ്പോഴും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചിരുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങളോടുള്ള അവരുടെ പ്രതികരണങ്ങൾ തിരിച്ചടിയായിരുന്നു.